നമസ്കാരം. അങ്ങേയറ്റം രോഷവും വിഷമവും എല്ലാം തോന്നിയൊരു വാർത്ത ഇന്നലെ ശ്രദ്ധിക്കാനിടയായി. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കമൻ്റിട്ട അല്ലെങ്കിൽ ചെന്നിത്തലയെ വിമർശിച്ചുകൊണ്ട് കമൻ്റിട്ട ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏതൊരവസ്ഥയിലേക്കാണ് വീണ്ടും ഈ സർക്കാർ, UDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ്റെ കാലത്ത് ഇത് ഒരു സ്ഥിരം സംഭവമായിരുന്നു. പിണറായി വിജയനെ ആരെങ്കിലും വിമർശിച്ചാൽ അന്നേരം പോയി കേസെടുക്കും. അതുതന്നെയായിരുന്നു പോലീസിൻ്റെ മെയിൻ പണി. അതുതന്നെയായിരുന്നു. എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? അത് മടുത്തിട്ടാണ്. ആ ഒരു രീതി, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പിണറായി വിജയൻ്റെ രീതി വെറുത്തിട്ടാണ് വൻ ഭൂരിപക്ഷം നൽകി UDFനെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത്. എന്നിട്ട് അത് തന്നെ UDF ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയല്ലേ? ഇത് ചെന്നിത്തല അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും എത്രയും പെട്ടെന്ന് ഈ ഒരു രീതി, അതായത് രാജാവിനേക്കാളും വലിയ രാജഭക്തി പോലീസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച്. അതിനെ കശാപ്പ് ചെയ്യാൻ ഒരു കാരണവശാലും ഒരു സർക്കാരും അനുവദിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ട് ഇന്നലെ കേസെടുത്തതാരായാലും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശനമായ ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് ബഹുമാനപ്പെട്ട ചെന്നിത്തല കൊടുക്കേണ്ടതാണ്. മലയാളികൾക്ക് ഉള്ള സംശയം, വീണ്ടും ഒരു പിണറായി വിജയൻ സ്റ്റൈൽ ഭരണമാണോ ഇനി നടക്കാൻ പോകുന്നത് എന്ന സംശയം എത്രയും പെട്ടെന്ന് ചെന്നിത്തല ദൂരീകരിക്കേണ്ടതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത്. ഇപ്പോൾ ചെന്നിത്തല മുന്നോട്ട് പോകുന്ന ഓപ്പറേഷൻ തൂഫാനൊക്കെ വളരെ വലിയ രീതിയിലാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു കല്ലുകടിയായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പം CPM ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കാൻ അത് ഏതൊരു പൗരനും അതിന് അധികാരമുണ്ട്. അത് അവരുടെ മൗലികാവകാശമാണ്. അതിൽ കടന്നു കയറരുത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ തിരുത്താൻ ചെന്നിത്തല തയ്യാറാവണം. വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും അപേക്ഷിക്കുന്നു, ആ കേസ് എത്രയും പെട്ടെന്ന് പിൻവലിക്കുക. ഒരു മാതൃകയായി ചെന്നിത്തല മാറുക.